ഒരു വിശ്വാസം അല്ലേ? ഓണത്തിന് നമ്മളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടോ, പ്രജകളൊക്കെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മളെ പണ്ട് നമ്മുടെ നാട് ഭരിച്ചിരുന്ന മാവേലി നമ്മളെ കാണാൻ വരുന്നൊരു വിശ്വാസം അല്ലേ? എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നൊരു കാലഘട്ടം, ഓണക്കാലം. ഓക്കെ, കുറെ ഉത്തരങ്ങൾ നമ്മൾ ശരിയായ ഉത്തരം നമ്മളെ വിഷ്ണു ബ്രോ പറഞ്ഞു. എന്താണ് ചെയ്യുന്നത് ബ്രോ? കൂലിപ്പണി തന്നെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ വിഷ്ണുക്ക് നമ്മളെ ഒരു സമ്മാനം, ചെറിയൊരു സമ്മാനം ഉണ്ട് വിഷ്ണു ബ്രോയ്ക്ക്. ഓക്കെ, നക്ഷത്രമാണ് ഉമ്മ പറഞ്ഞിരിക്കുന്നത്. പാതാളത്തു നിന്നാണ് വരുന്നത്. അതെ കറക്റ്റ്. പാതാളത്ത് നിന്ന് വന്നിട്ട് കമ്മടെല്ലാം കണ്ടിട്ട് മാവേലി തമ്പുരാന്റെ വേഷങ്ങളെ പറ്റി ഒന്ന് പറയോ? മാവേലി തമ്പുരാന്റെ വേഷം ഉണ്ട്. മാവേലി തമ്പുരാനും ഒരു കിരീടമുണ്ട് അല്ലേ? മുണ്ടുണ്ട്, കിരീടമുണ്ട്, പിന്നെ ഇത് ജങ്കട വസ്ത്രമുണ്ട്, പതിയുണ്ട്, കൊടണ്ട്, ഓലക്കൊട ഓലക്കൊട. അതൊക്കെയാണ് മാവേലി തമ്പുരാന്റെ. ഇതൊക്കെയാണ് കറക്റ്റ് ആൻസറാണ് ഉമ്മ പറഞ്ഞിരുന്നത് ഗൈസ്. കണ്ടില്ലേ? ഉമ്മയുടെ പേര് കൂടെ ഒന്ന് പറയാം നമുക്ക്. എന്റെ പേര് കുഞ്ഞാമി. കുഞ്ഞാമി ഉമ്മയാണ് നമ്മുടെ ഉമ്മ. എന്റെ ഉമ്മൂമ്മാന്റെ സുഹൃത്താണ് ഉമ്മ. എന്റെ ഉമ്മൂമ്മാന്റെ സുഹൃത്താണ് ഉമ്മ. കുഞ്ഞാമി ഉമ്മ ഉമ്മാന്റെ സുഹൃത്ത് തന്നെ. ഉമ്മ ഇപ്പൊ എവിടെടാ? മെതിയടിയൊക്കെയുള്ള വേഷം. ഏതെങ്കിലും ഓണത്തിനെ പറ്റിയ ഒരു പാട്ട് പാടാൻ പറ്റുമോ? ഓണപ്പാട്ട് കൂടെ പാടുന്നതായിരിക്കും. ഓണമില്ലിൻ തമ്പുരാണ് ഇട്ടിട്ടുള്ള സംഭവമല്ലേ കൊടവയറ്, കിരീടം. ഈ മാവേലി എവിടുന്നാ വരുന്നത്? മാവേലി ഭൂമിക്കായി ചവിട്ടി ചാത്തി അവിടെ ഇരുന്നല്ലേ? പാതാളം. അപാർത്തല്ലേ ചവിട്ടി ചാത്തിയാണ് ഇരിക്കാനല്ലേ? ഓർമ്മയുണ്ടോ? ഇല്ല, അയ്യങ്ങ് മറന്നു. ഓക്കെ ഓക്കെ. അതൊക്കെ അത് വിളിക്കറിയില്ല. യേശുദാസിന്റെ പാട്ടുണ്ട് ഓണത്തെ പറ്റി. ആയിക്കോട്ടെ, അത് വേണം. മറന്നു. വേറെ പാട്ട് പഠിക്കും. നല്ലൊരു പാട്ട് അറിയുന്ന ബാബുണ്ണ അറിയുന്നൊരു പാട്ട് പഠിക്കും മലയാളം. നല്ല അടിപൊളി പാട്ടെന്ന് പഠിക്കും. കുഴപ്പമില്ല, കുഴപ്പമില്ല, പഠിക്കും. 14 ജാകുതിച്ചത് മാനത്തു കല്ലായി കടവത്തു.